नरेंद्र भाई मोदी जी का इस वीर भूमि में, ब्रह्मा जी की इस नगरी में हार्दिक स्वागत है। जय श्री राम, हर हर मोदी, हर हर मोदी, जय श्री राम, जय श्री राम, मोदी मोदी मोदी। രാജസ്ഥാനിൽ വാശിയേറിയ പ്രചരണവുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ റാലിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുഷ്കറിൽ എത്തിയിരുന്നു. പുഷ്കർ മേള നടക്കുന്ന പ്രസിദ്ധമായ ഈ മൈതാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി നടന്നത്. നാഗോർ മണ്ഡലത്തിലെയും അജ്മീർ മണ്ഡലത്തിലെയും പ്രചരണത്തിനായാണ് ഇവിടുത്തെ റാലി സംഘടിപ്പിച്ചത്. ഏതായാലും നൂറുകണക്കിന് ആളുകൾ ഈ റാലിയിൽ പങ്കെടുത്തു. मोदी देश को बहुत आगे ले जाएगा, वोट देंगे मोदी को। आप क्या कर रहे हैं? स्टूडेंट? हाँ, स्टूडेंट है ये। आपके लिए क्या कर दिया मोदी? बहुत कुछ किया मोदी ने हमारे लिए। 100% सही चल रहा है और सनातन धर्म की लहर है और इसमें सभी धर्म साथ हैं, सनातन के साथ हैं और इस अजमेर डिस्ट्रिक्ट नहीं है, पूरा राजस्थान, पूरा भारत മോദി की ലഹർ में है. 2014-ലും 2019-ലും രാജസ്ഥാനിലെ മുഴുവൻ സീറ്റും BJPക്കാണ് കിട്ടിയത്. BJPയുടെ ദേശീയ തലത്തിലെ വളർച്ചയിൽ വലിയ പങ്കാണ് രാജസ്ഥാൻ വഹിച്ചിട്ടുള്ളത്. ഏതായാലും 2024-ലും BJPക്ക് മുഴുവൻ സീറ്റുകളും പിടിക്കാനാകണം. എങ്കിൽ മാത്രമേ 400-ലധികം സീറ്റുകൾ നേടുക എന്ന BJP സഖ്യത്തിൻ്റെയും 370 സീറ്റ് ഉറപ്പാക്കുക എന്ന BJPയുടെയും ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഷെഖാവത്തി മേഖലയിലും മാർവാടി മേഖലയിലുമൊക്കെ തന്നെ BJPക്ക് ഇന്ത്യ സഖ്യം ചെറുതല്ലാത്ത ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. പ്രതിപക്ഷം രാജ്യത്ത് അഴിമതി മാത്രമാണ് നടത്തിയത് എന്ന ആരോപണമാണ് ഈ റാലിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചത്. ഇതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രതിപക്ഷത്തെ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്, കുടുംബത്തിന് വേണ്ടി മാത്രമാണ് പ്രതിപക്ഷത്തെ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയും ഒന്നും ചെയ്തിട്ടില്ല എന്ന ആക്ഷേപവും പ്രധാനമന്ത്രി ഉയർത്തുകയാണ്. कांग्रेस के घोषणा पत्र में वही सोच झलकती है जो सोच आजादी के समय मुस्लिम लीग में थी. मुस्लिम लीग के उस समय के विचारों को कांग्रेस आज भारत पर थोपना चाहती है. मुस्लिम लीग की छाप वाले इस घोषणा पत्र में जो बचा खुचा हिस्सा था उसमें वामपंथी लेफ्टिस्ट हावी हो गए हैं. അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏതായാലും ശക്തമായി ഉന്നയിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രചരണ റാലികൾ പുരോഗമിക്കുന്നത്. ഏതായാലും 2024-ലെ തെരഞ്ഞെടുപ്പ് 2019-ലെ പോലെ അത്ര എളുപ്പമല്ല എന്ന് BJPക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ കരുതലോടെ എല്ലാ മേഖലകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിച്ചുകൊണ്ടുള്ള പ്രചരണവുമായി BJP മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ BJP എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. ഇത്തവണ മോദിയുടെ ഗ്യാരണ്ടി, മോദി ചെയ്തു, മോദിയാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് എന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളും ശൈലിയുമൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത്. हमारे यहाँ पुष्कर में आके हमें मोदी जी से बहुत दिल की खुशी हुई है. जो मोदी जी ने करा है वो आज तक किसी ने PM ने नहीं करा है जो मोदी जी ने करा है. एक अयोध्या में जो राम मंदिर है वो पूरे जितने भी PM बने ना उन्होंने कुछ नहीं कर सका. जो आज PM नरेंद्र मोदी जी ने करा है, मैं तो कहती हूँ हर बार मोदी जी जैसा ही एक PM बने. ഏതായാലും രാജസ്ഥാനിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച്, അതായത് 2014-ലെയും 2019-നെയും അപേക്ഷിച്ച് വലിയ പ്രചരണം തന്നെയാണ് ഇത്തവണ മുഴുവൻ സീറ്റുകളും പിടിക്കാൻ BJP നടത്തുന്നത്.